Rutherford's atom model. Based on alpha ray scattering experiment, Rutherford proposed an atom model called planetary model of atom. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം. Postulates. First one, an atom consists of a very small central region is called nucleus, where all positive charges and the entire mass of atom are concentrated. The size of nucleus is very small as compared to size of an atom. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റിൽ റുദർഫോർഡ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ആറ്റത്തിനകത്ത് വളരെ ചെറിയൊരു സെൻട്രൽ റീജിയൻ ഉണ്ട്. ആ സെൻട്രൽ റീജിയന് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ആ ന്യൂക്ലിയസിനകത്താണ് എല്ലാ പോസിറ്റീവ് ചാർജുകളും ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഫിഗർ നോക്കുക. ഇവിടെ സെൻട്രൽ റീജിയൺ, അവിടെ ആ ഗ്രീനും ഓറഞ്ചും കാണിച്ചതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനെ കുറിച്ചാണ് ഫസ്റ്റ് പോയിന്റ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെൻട്രൽ റീജിയണാണ്. അതിനകത്ത് ഒരു ഓറഞ്ചും ഗ്രീനും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഓറഞ്ച് പ്രോട്ടോണും അതേപോലെ ഗ്രീൻ കളറിൽ ന്യൂട്രോണുമാണ്. നമുക്കറിയാം ഒരാറ്റത്തിനകത്ത് മാസുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ചാർജ്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പ്രോട്ടോണാണ്. ഇത് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലായതുകൊണ്ടാണ് എല്ലാ പോസിറ്റീവ് ചാർജുകളും ആറ്റത്തിൻ്റെ മുഴുവൻ മാസും പോസിറ്റീവ് ചാർജ് മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയസിൻ്റെ സൈസ്. ന്യൂക്ലിയസിൻ്റെ സൈസ്, ആറ്റത്തിൻ്റെ സൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആറ്റത്തിൻ്റെ സൈസ് ഇത്രയുണ്ട്. ഇതിനകത്ത് വളരെ ചെറിയൊരു പോർഷനിൽ മാത്രമേ ന്യൂക്ലിയസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പോസ്റ്റുലേറ്റ്, the nucleus is surrounded by negatively charged electrons which balance the positive charge of nucleus. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജായെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജുകൾ ബാലൻസ് ചെയ്യപ്പെടുന്നത്. ഇനി തേർഡ് പോസ്റ്റുലേറ്റ്, ദീസ് ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് ഹൈ വെലോസിറ്റി. ഈ പുറത്ത് കാണുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെവല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈ സ്പീഡിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ റെവല്യൂഷൻ എന്ന് പറയുന്നത്? ഇതൊരു ഇലക്ട്രോണാണ്. ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ മൂവ് ചെയ്യുന്നത്? ഹൈ സ്പീഡിൽ, ഹൈ വെലോസിറ്റിയിലാണ് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നുമാണ് റുദർഫോർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് പോസ്റ്റുലേറ്റ്സ്. ഇനി നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ശേഷം, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം റുദർഫോർഡ് പ്രപ്പോസ് ചെയ്തതിന് ശേഷം, മാക്സ്വെൽ എന്നൊരു സയൻറ്റിസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നു. അക്കോർഡിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ revolving in a field of force like that of nucleus, it loses its energy continuously in the form of electromagnetic radiation. ഒരു ന്യൂക്ലിയസിൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി നഷ്ടപ്പെടും. ഏത് ഫോമിലാണ് എനർജി നഷ്ടപ്പെടുന്നത്? ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. വൈദ്യുതകാന്തിക തരംഗങ്ങളായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിൽ അതിൻ്റെ എനർജി അതിന് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ കാരണം കൊണ്ട് നമുക്കറിയാം, ഏതൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെങ്കിൽ അതിന് എനർജി വേണം. ഹൈ സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി വേണം. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ മൂവ് ചെയ്യുന്ന റേഡിയസ് കുറയും. ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കായിട്ട് വരും. അങ്ങനെ അവസാനം ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും അതില്ലാതാവുകയും ചെയ്യും. പക്ഷേ
യഥാർത്ഥത്തിൽ ആറ്റത്തിനകത്ത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഒരാറ്റം എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അതിന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെയല്ല ആക്ച്വലി ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത്. എന്തോ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് കഴിയാതിരുന്നത്. ഇനി സെക്കൻഡ് ഡിമെറിറ്റ്, ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ശേഷമാണ് ഹൈഡ്രജൻ സ്പെക്ട്രം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പിന്നീട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഹൈഡ്രജൻ സ്പെക്ട്രം കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ സ്പെക്ട്രം കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് കഴിഞ്ഞില്ല. ഇത് രണ്ടുമാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റുകൾ.